അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, കൊണ്ടോട്ടി കേന്ദ്രമായി തുടങ്ങിയ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ഇതുവരെയും ഒരുപാട് രോഗികൾക്ക് ആശ്വാസം പകർന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ഇതുവരെയും 37,000-ലധികം രോഗികൾക്ക് സമാശ്വാസം നൽകിയിട്ടുണ്ട്. ആരിലേക്കും ഏത് നിമിഷവും വന്നു ചേരാവുന്ന അവസ്ഥ. എല്ലാ നരകയാതനകളും ഉള്ളിലൊതുക്കി കഴിയുന്ന നമുക്ക് ചുറ്റുമുള്ള ജീവിതങ്ങൾ. അവരിൽ നിന്ന് മുഖം തിരിക്കാൻ കഴിയുമോ നമുക്ക്? കിഡ്നി രോഗികളുടെ എണ്ണത്തിലെ ക്രമാതീതമായ വർധന ആശങ്കാജനകമായി. രോഗം തീർത്ത ദുരിതത്തിൻ്റെ സങ്കീർണത. കിടപ്പാടം വിറ്റെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടവർ. രോഗത്തിൻ്റെ അവശതകൾക്കിടയിൽ കുടുംബത്തിൻ്റെ പട്ടിണിയോർത്ത് മുഖമമർത്തി സങ്കടപ്പെടുന്നവർ. ആരോഗ്യവും സ്വത്തും ഒന്നുപോലെ നഷ്ടപ്പെട്ട് സഹജീവികളുടെ കാരുണ്യത്തിനായി കൈനീട്ടാൻ വിധിക്കപ്പെട്ടവർ. അതിലേറ്റവും കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ട് ഈ ഒരു സംഗതി വളരെ ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കെമാബൂവ് എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് എത്ര പറഞ്ഞാലും നമുക്ക് പ്രശംസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിവിടെ കൂടിയിട്ടുള്ള ഈ ഹാളിൽ നമ്മുടെ പാടൂർ കമ്മ്യൂണിറ്റി ഹാളിലാണ് ഇന്നത്തെ ക്യാമ്പ് നടത്തുന്നത്. വളരെ സക്സസ്ഫുള്ളാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ രോഗങ്ങളെ പേടിച്ചിട്ടും രോഗങ്ങൾ എന്താണെന്ന് അറിയാണ്ട് നടക്കുന്ന ആൾക്കാർ. അപ്പം അതിൻ്റെ നിർണയ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടത്തിയത്. വളരെ ഭംഗിയായിട്ട് നടന്ന് 100 പേര് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ള അവയർനെസ് ക്ലാസ്സും എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് അറിയാൻ പറ്റി. അതുപോലെ ഓരോരുത്തർക്കും വളരെ ഭംഗിയായിട്ട് നടന്ന് ഇനിയും ഇതുപോലുള്ള ക്യാമ്പുകൾ, ഇന്നിപ്പോൾ കിഡ്നിയുടെ ക്യാമ്പാണ് നടന്നെങ്കിലും അടുത്തത് നമുക്ക് ഇനി വല്ല ഹാർട്ട് സംബന്ധമായിട്ടോ അങ്ങനെയുള്ള ക്യാമ്പുകൾ ഒരു 6 മാസം കൂടുമ്പോഴേക്കും നടത്തി കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ഒരുവിധം അസുഖങ്ങൾക്ക് വളരെ ശമനം കിട്ടും. എല്ലാവരും ഇതുപോലെയുള്ള ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യണം. നമ്മൾ പുറത്ത് പോയിട്ട് കൊടുക്കുമ്പോൾ 100, 300, 500 ചെലവ് ചെയ്യുമ്പോൾ 1 രൂപ പോലും ചെലവ് ചെയ്യാതെയാണ് നമ്മൾ ഈ ക്യാമ്പുകൾ നടക്കുന്നത്. അതിന് പോലും ആൾക്കാരെ നമ്മൾ പ്രചോദിപ്പിക്കണം, വരാൻ പറയണം. നമ്മളെ വീട്ടിൽ നിന്ന് തുടങ്ങിയെങ്കിൽ നമുക്ക് മറ്റുള്ളവരെയും കൂടെ ഇതിലേക്ക് സഹകരിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ നന്നായി നടന്ന ഈ ക്യാമ്പ് വളരെ നല്ല നിലക്ക് അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവങ്ങളാണ് വൃക്കകൾ. നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു ജോഡി വൃക്കകളാണ് ഉള്ളത്. ഉദരത്തിനകത്ത് നട്ടെല്ലിൻ്റെ ഇരുഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന ഈ അവയവങ്ങൾക്ക് ഏകദേശം 150 ഗ്രാം തൂക്കമുണ്ട്. നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ മൂത്രത്തിലൂടെ പുറന്തള്ളുക എന്നതാണ് വൃക്കകളുടെ പ്രധാന ധർമ്മം. നമസ്കാരം. വൃക്കകളുടെ ആരോഗ്യം, നമ്മുടെ ആരോഗ്യം, അതാണ് ഇന്നത്തെ വിഷയം. പാടൂർ കമ്മ്യൂണിറ്റി ഹാളിൽ വൃക്കകളുടെ ആരോഗ്യം, നമ്മുടെ ആരോഗ്യം എന്നതുമായി ബന്ധപ്പെട്ട് സൗജന്യ കിഡ്നി ടെസ്റ്റും സൗജന്യ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രാരംഭ നടപടികൾ ഇന്ന് കാലത്ത് തുടങ്ങി. ഇപ്പോൾ ഉച്ചയോടെ എല്ലാവരും എത്തി എല്ലാ ടെസ്റ്റുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പാടൂർ ചാരിറ്റി കിഡ്നി ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഏകദേശം 120 പേരോളം ഇവിടെ ടെസ്റ്റും നടത്തി കൗൺസിലിംഗ് നടത്തി. അവരുമായി ഡോക്ടർ നേരിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കൽ, കൺട്രോൾ ഓഫ് ബ്ലഡ് പ്രഷർ, ശരീരത്തിൽ അമ്ലത്തിൻ്റെയും മറ്റ് ലവണങ്ങളുടെയും അളവ് നിയന്ത്രിക്കൽ, രക്തത്തിൽ ചുവന്ന രക്താണുക്കൾ റെഡ് ബ്ലഡ് സെൽസ് ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഒരു പ്രത്യേകതരം ഹോർമോൺ ഉൽപ്പാദനം ചെയ്യൽ, എല്ലുകൾക്ക് ശക്തി നൽകുന്ന ജീവകം വിറ്റമിൻ ഡി സജീവ രൂപത്തിലാക്കൽ എന്നിവയാണ് വൃക്കകളുടെ മറ്റു പ്രധാന ധർമ്മങ്ങൾ. വൃക്കകൾക്ക് സ്തംഭനമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ഉണ്ടാകുമ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ നിലച്ചു പോകുന്നു. ഇങ്ങനെയുള്ള രോഗികൾക്ക് മുഖത്തും കാലുകളിലും നീർക്കെട്ടുണ്ടാകുക, വിശപ്പില്ലായ്മ, ഛർദി, ക്ഷീണം എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നു.
ഇതുകൂടാതെ രക്താതിസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ വൃക്കരോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. വൃക്കരോഗമുള്ള ഒരു വ്യക്തിക്ക് ആദ്യകാലങ്ങളിൽ ഭക്ഷണക്രമം നിയന്ത്രിച്ചുകൊണ്ടും മരുന്നുകൾ കൊണ്ടും ചികിത്സിച്ചാൽ വളരെ ഏറെ ആശ്വാസം ലഭിക്കുന്നതാണ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ വൃക്കകളുടെ രോഗം പുരോഗമിച്ചു കഴിഞ്ഞാൽ വൃക്കസ്തംഭനം അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ എന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു. വൃക്കസ്തംഭനം 2 തരമുണ്ട്. താൽക്കാലികമായ വൃക്കസ്തംഭനം, അക്യൂട്ട് കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കുറച്ച് ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ഉള്ളിൽ ഉണ്ടാകുന്ന വൃക്കസ്തംഭനമാണ് താൽക്കാലികമായ വൃക്കസ്തംഭനം അല്ലെങ്കിൽ അക്യൂട്ട് കിഡ്നി ഫെയിലിയർ. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ അണുബാധ, പലതരം ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എലിപ്പനി, മലേറിയ, ഡെങ്കി പനി, അങ്ങനെ നമുക്ക് സാധാരണയായി കണ്ടുവരുന്ന പലതരം അണുബാധകൾ കൊണ്ട് വൃക്കസ്തംഭനം ഉണ്ടാകാം. ഇതുകൂടാതെ തന്നെ ചില പ്രത്യേക മരുന്നുകൾ കൊണ്ടും വൃക്കസ്തംഭനം ഉണ്ടാകാം. ഈ വ്യക്തികൾ കുറച്ച് നാളേക്ക് ചികിത്സയെടുത്താൽ വൃക്കകളുടെ പ്രവർത്തനം തിരിച്ചു വരുന്നു, എന്നിട്ട് പൂർവ്വസ്ഥിതിയിലാകുന്നു. ഇതാണ് ഒരു തരം വൃക്കസ്തംഭനം. മറ്റൊരു തരം വൃക്കസ്തംഭനമുള്ളത് സ്ഥായിയായ വൃക്കസ്തംഭനം എന്ന് പറഞ്ഞാൽ പെർമനന്റ് കിഡ്നി ഫെയിലിയർ, ക്രോണിക് കിഡ്നി ഫെയിലിയർ. ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം പ്രമേഹ രോഗമാണ്, ഡയബറ്റിസ് മെലിറ്റസ്. അതുകൂടാതെ ഹൈപ്പർ ടെൻഷൻ, വൃക്കയിലുണ്ടാകുന്ന കല്ലുകൾ, വൃക്കയിലുണ്ടാകുന്ന അണുബാധ, ചില പ്രത്യേക ജനിതക രോഗങ്ങൾ, ജന്മനാലെ ഉണ്ടാകുന്ന വൃക്കകൾക്കുള്ള ചില രോഗങ്ങൾ എന്നിവയാണ് സ്ഥായിയായ വൃക്കസ്തംഭനത്തിൻ്റെ മറ്റു കാരണങ്ങൾ. സ്ഥായിയായ വൃക്കസ്തംഭനമുള്ള ഒരു വ്യക്തിക്ക് ചികിത്സാപരമായി 2 രീതികൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന് ഡയാലിസിസ് എന്ന് പറഞ്ഞ ചികിത്സാ രീതിയും 2 വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന ചികിത്സാ രീതിയുമാണ്. ഡയാലിസിസ് 2 തരമുണ്ട്. ഒന്ന് ഹീമോഡയാലിസിസ്, നമ്മുടെ ശരീരത്തിലെ രക്തം ഒരു സൂചിയിലൂടെ പുറത്തെടുത്ത് ഒരു പ്രത്യേകതരം മെഷീനിലൂടെ ശുദ്ധീകരിച്ച് ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്ന ഒരു വൃക്കയിലൂടെ ശുദ്ധീകരിച്ച രക്തം തിരിച്ച് രോഗിക്ക് നൽകുന്ന ചികിത്സാ രീതിയാണ് ഹീമോഡയാലിസിസ്. കനിരിന്നൊരു കാരുണ്യനാമത്തിൻ കാവലിൽ കഴിയുന്നുണ്ടേറെ ജന്മം കരയും. വൃക്കയുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം.